ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് അമ്മൂമ്മ എനിക്ക് ചെറുപ്പത്തിലെല്ലാം ഉണ്ടാക്കി തന്നിരുന്ന അണ്ടിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് പഴയ കാലത്ത് ഒരുവിധം വീടുകളിലെല്ലാം എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല ഹെൽത്തിയുമാണ്, സൂപ്പർ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതിനായി ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ചോറ് വയ്ക്കുന്ന റെഡ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്ത ശേഷം ഒന്ന് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത ശേഷം നന്നായി ഡ്രൈ ആക്കി തന്നെ എടുക്കണം. അപ്പോഴാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നത്. ആദ്യം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അരി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി ഇളക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അരിയുടെ കളറെല്ലാം മാറിയിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നന്നായി തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടുന്നത്. അരി എല്ലാ സൈഡിലും ഒരുപോലെ തന്നെ ഫ്രൈ ആയി വരണം. അതുകൊണ്ട് നമ്മളിത് നന്നായി തന്നെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അരിയെല്ലാം എല്ലാ ഭാഗവും നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതേ പാനിൽ തന്നെ അല്പം കാഷ്യൂ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1.5 കപ്പ് തന്നെ കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ കാഷ്യൂ എല്ലാം ചുട്ടെടുക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് വരേണ്ടത്. ഇപ്പോൾ കാഷ്യൂനട്ടെല്ലാം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അരി ഇപ്പോൾ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലോട്ടൊന്ന് പൊടിച്ചെടുക്കാം. അരി ഇപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. തരികളില്ലാതെ നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കും. ഇപ്പോൾ നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരു തേങ്ങ എടുത്തിട്ട് ചിരകി വെച്ചതാണ്. ഇതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഇപ്പോൾ അരിയുടെ കൂടെ മിക്സ് ചെയ്തൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചതിൽ നിന്ന് 1 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതും ഇതിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഞാനിതിലോട്ട് കുറച്ച് കടല വറുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഉപ്പില്ലാതെ വറുത്ത് വെച്ചിരുന്നതാണ്. ഇതുപോലെ കടലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിരിക്കും. നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ബാലൻസുള്ള അണ്ടിപ്പരിപ്പും കുറച്ച് കടലയും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ചതാണ്. അതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറായി അരിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് ചെറുതായി പൊടിച്ച് വെച്ചാൽ മതിയാവും. ഇതുപോലെ ചേർത്ത് കൊടുക്കണം നിർബന്ധമല്ല. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിയും തേങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് ശർക്കര ഉരുക്കി വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയുടെ മധുരമെല്ലാം ഇതിൽ നന്നായി തന്നെ പിടിച്ചു വരണം. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഉരുക്കി ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അണ്ടിപ്പുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. കൈ വെച്ച് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അണ്ടിപ്പുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഓരോ അണ്ടിപ്പുട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അണ്ടിപ്പുട്ടെല്ലാം റെഡിയായ ശേഷം ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും അറിയിക്കാൻ മറക്കരുത്. താങ്ക്